എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല പുലർക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും അത്ര നല്ല പുലർക്കാലമാണോ എന്നൊക്കെ ചോദിക്കും. ആണ്, നല്ല പുലർക്കാലമാണ്. നമ്മുടെ കോൺഗ്രസ്സുകാർ വീണ്ടും അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി, കസേര കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടി, ക്യാമറയിൽ മുഖം, നേതാവിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിയൊക്കെ അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭയങ്കര ദേഷ്യം തോന്നുന്നത്. നിങ്ങളൊരു പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നോക്കി കൃത്യമായിട്ട് പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. ആദ്യം അധ്യക്ഷൻ വന്ന് സംസാരിക്കും, ആദ്യം സ്വാഗത പ്രാസംഗികൻ സംസാരിക്കും, അധ്യക്ഷൻ വരും, കൃത്യമായിട്ട് അധ്യക്ഷൻ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തരെ വിളിക്കും. ആദ്യം പിണറായി വിജയനെ വിളിക്കും, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആളെ വിളിക്കും എന്നിങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രം സംസാരിച്ചിട്ട് ഒരൊച്ചും ബഹളില്ലാതെ എങ്ങനെ പോകും, അല്ലയോ? നിങ്ങൾ കോൺഗ്രസിന്റെ വി ഡി സതീശൻ പങ്കെടുക്കുന്ന പരിപാടി നോക്കി. വി ഡി സതീശൻ സംസാരിക്കണ, ഷാഫി പറമ്പിൽ സംസാരിക്കണ. ഇനിയിപ്പോ ഷാഫി പറമ്പിൽ സംസാരിക്കുന്ന മുമ്പ് വി ഡി സതീശൻ വിളിച്ചു കഴിഞ്ഞാൽ വെടാ പന്നി നാറി, എന്താടാ എന്നെ വിളിക്കാഞ്ഞ നീ എന്ന് പറയാതെ മോനെ വിളിച്ചിട്ടാണോ എന്നെ വിളിക്കണേ എന്നൊക്കെ ചോദിക്കും. അതിന്റെ ഭാഗമായിട്ട് കഴുത്തിൽ പിടിച്ച് പോക്കിയിട്ട് ഒരു മൂലയ്ക്കൊക്കെ ആക്കും. എന്തെല്ലാം തമാശകളാന്ന് ആലോചിക്കുക ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ജനങ്ങൾ എന്താ വിചാരിക്കുക? ഈ മുരടിച്ച പിണറായി വിജയന്റെ ഈ ഒരു പ്രോഗ്രാം അല്ലേ, ഒരു തല്ലില്ല, വഴക്കില്ല, ഇങ്ങനെ കൃത്യമായിട്ടെല്ലാം നടക്കുന്ന ഈ പ്രോഗ്രാമുകൾ നല്ല രസം. ഇനിയുള്ള 5 വർഷം ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിരിക്കുന്നതല്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടിയിട്ട് കോൺഗ്രസിനെ വിജയിപ്പിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. നിങ്ങളിതൊന്ന് കണ്ടു നോക്കി, എന്താ രസം കണ്ടു നോക്കി. ഇതല്ല കേട്ടോ വി ഡി സതീശൻ എവിടെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ അരുൺ കുമാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാലേ, ഷാഫി പറമ്പിലിന്റെ ഷോയാണ് അവിടെ കണ്ടത്. ഷാഫി പറമ്പിലാണ് ആ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു നിലയും വിലയുള്ളത്. അപ്പൊ ഷാഫി പറമ്പിൽ വിചാരിച്ചത് ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് പ്രോഗ്രാം ആയാലും ഷാഫി പറമ്പിൽ കരുതിയിട്ടുള്ളത് തനിക്ക് ആദ്യമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. തനിക്ക് മെയിനായിട്ട് അവിടെ സംസാരം വേണം എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിലിൻ്റെ ഒരു ആവശ്യം. അതിന്റെ ഭാഗമായിട്ട് ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ സംസാരിക്കാൻ വിളിക്കും എന്ന ഷാഫി പറമ്പിൽ വിചാരിച്ച് വിളിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വി ഡി സതീശൻ വിളിച്ചു. വി ഡി സതീശന്റെ ഭാവം ഒരു 1.5 ഭാവമാണ് കേട്ടോ. അപ്പുറത്ത് എന്ത് ഭൂകമ്പം നടന്നാലും വേണ്ടില്ല, കഴുത്ത് പിടിച്ച് പോക്കിയാലും വേണ്ടില്ല, സ്റ്റേജിന്റെ ആൾക്കാരൊക്കെ പുറത്തേക്ക് വീണാലും വേണ്ടില്ല, എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടിയാൽ മതി, ഞാൻ എൻ്റെ സ്പേസ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കും എന്നതാണ് വി ഡി സതീശന്റെ രീതി. ഇവന്മാരൊക്കെ, ഞാൻ സത്യം പറയട്ടെ, ഇവന്മാരൊക്കെ അടുത്ത ഇലക്ഷനിൽ ഇവന്മാരൊക്കെ ജയിച്ച് മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഉണ്ട് എൻ്റെ പൊന്നു മക്കൾ, അതിഭീകരമായിരിക്കും. നോക്കൂ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ഒന്ന് കേട്ടോക്കിയേ. സർവീസസ് കോർപ്പറേഷനും മരുന്ന് മേടിച്ചതിന്റെ കടം കോടികളാണ്, ബാധ്യതയാണ്. ഇതെല്ലാം വലിയ ബാധ്യത. നിങ്ങൾ ആലോചിച്ച് നോക്കി, വി ഡി സതീശൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ വളരെ അത്യാവശ്യമായിട്ട് വളരെ കൃത്യമായിട്ട് എന്തൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് തള്ളി വരുമായിരുന്നു. അപ്പോഴാണ് ആ സ്റ്റേജിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നു. മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളി വീണെന്ന് അതിനെങ്കിലും സമ്മതിക്കണ്ടേ? അവസാനം പ്രസംഗിക്കുന്ന ആളടക്കുന്നിട്ട് പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയേണ്ട ഒരു ഗതികേട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. ഇനി അത്യാവശ്യം തലയില് ഊളയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഷിനോയ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാള് അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തലയിൽ ആൾപ്പാർപ്പുള്ള കോൺഗ്രസ്സുകാർക്ക് ഷാഫി പറമ്പിൽ എന്ന അപകടത്തെ ഇന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നത്. വടകര പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിക്കാൻ വരുന്ന ഷാഫിയും മത്സരിച്ച് ജയിച്ച ഷാഫിയും 2-2 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഷാഫി വടകരയ്ക്ക് മത്സരിക്കാൻ വരുമ്പോൾ കുറുക്കന്റെ കൗശലമുള്ള കോൺഗ്രസ്സുകാരെ എന്നാണെങ്കിൽ, മത്സരിച്ച് ജയിച്ച ഷാഫി കേരളം ഇന്നേ വരെ കണ്ട് ശീലമില്ലാത്ത വിഭജനത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയ പ്രയോഗം നടത്തി വിജയിച്ചു അജയനായ ഒരു ഷാഫിയാണെന്ന് പറയുന്നു. ജാഥയുടെ രീതി അനുസരിച്ച് ഇയാൾക്ക് മുന്നേ സതീശനാണ് സംസാരിക്കേണ്ടത്, സംശയമില്ല. പക്ഷേ അത് ഷാഫിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമാണ്.
ഒരു UDF ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഷാഫിയെ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. ഈ കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്രം ഒക്കെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഇടങ്ങളാണ് നമ്മുടെ ഷാഫിയുടെ. ഇതാർക്കും കൈകടത്താൻ പറ്റാത്ത തൻ്റേതായിട്ടൊരു ടെറിട്ടറിയാണെന്ന് ഇവിടെ ജാഥ ക്യാപ്റ്റനാണോ VD സതീശനാണോ അവൻ്റെ ഇനി വേറെ ആരെങ്കിലാണോ, ഇതൊന്നും ഷാഫിക്കൊരു പ്രശ്നമല്ല. ഷാഫിക്ക് വേണ്ടത് അവിടെ ഒരു ഷാഫി തരം കാട്ടിക്കൂട്ടണം. ആദ്യം ഷാഫി പ്രസംഗിക്കണം. അങ്ങനെ ഷാഫി പ്രസംഗിക്കണേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ എണ്ണത്തിനെ പുറത്തിരുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? കുറച്ചെണ്ണം പുറത്തിരിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷാഫി പ്രസംഗിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജാഥ ക്യാപ്റ്റനാണ് പ്രസംഗിക്കേണ്ടത്, VD സതീശൻ. ആ VD സതീശൻ പ്രസംഗിക്കുന്ന മുമ്പ് തന്നെ പുറമേ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു ഷാഫി പ്രസംഗിക്കണമെന്ന്. അതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? കൃത്യമായിട്ടുള്ള നേതാക്കൽ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അയാൾ ആൾക്കൂട്ടം നോക്കി നിൽക്കുക, സ്റ്റേജിൽ നിന്ന് തന്നെ ഇയാൾ പ്രകടിപ്പിക്കുന്നുണ്ട് നീരസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ VD സതീശൻ വിളിച്ചപ്പോൾ അയാൾ വിളിച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. ഇനി അത് കേൾക്കാത്ത കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ചെറിയ ബലപ്രയോഗം, ഒരു മൽപ്പിടുത്തം. അതിനുശേഷം ഷാഫി പറമ്പിൽ സംസാരിക്കും. നിങ്ങളുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ സംസാരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് ഷാഫി പറമ്പിൽ ഒരൊറ്റ വാചകത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോ VD സതീശൻ ജാഥ ക്യാപ്റ്റനാണ്. സാധാരണ UDFന്റെ ജാഥയിൽ ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജാഥ ക്യാപ്റ്റൻ വന്നപ്പോൾ ഷാഫി പറമ്പിൽ സംസാരിക്കണമെന്ന് DCC പ്രസിഡന്റും ഒക്കെ കരുതി. പക്ഷേ ജാഥ ക്യാപ്റ്റൻ വന്നല്ലോ എന്ന് കരുതി പ്രമോദ് കക്കട്ടിൽ ജാഥ ക്യാപ്റ്റനെ ക്ഷണിച്ചു. ആ സമയത്ത് ചെറിയ നീരസത്തോടു കൂടി ഷാഫി പറമ്പിൽ പോകുന്ന സമയത്താണ് കാര്യം ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പ്രമോദ് കക്കട്ടിൽ VD സതീശനെ വിളിച്ചിട്ട് വീണ്ടും ഷാഫി പറമ്പിനെ വിളിക്കുമോ എന്നുള്ളതായിരുന്നു ഷാഫിയുടെ ആശങ്ക. അതുകൊണ്ട് ഷാഫി പറഞ്ഞു ഇനി നിങ്ങൾ ഈ നിമിഷങ്ങളെല്ലാം കണ്ടിരിക്കേണ്ടത് നമ്മുടെ VD സതീശന്റെ മുഖമാണ്. അക്ഷോഭ്യമായ മുഖം, ശാന്തമായ മുഖം. നിങ്ങളവിടെ അപ്പുറത്ത് ബോംബിട്ടാലും കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചു പോകും. വളരെ ശാന്തനായി വന്ന് മൈക്ക് പിടിച്ച് താത്തി ഒന്ന് കാണണത്. രണ്ടാമത് സതീശൻ പ്രസംഗിച്ച ഉടനെ അബദ്ധം മനസ്സിലാക്കിയ പ്രമോദ് കക്കട്ടിൽ തിരിച്ചു വന്ന് ഷാഫി പറമ്പിലിനെ വിളിക്കാൻ വരുന്നത് കണ്ട് ഷാഫി തടയുകയായിരുന്നു. ആ സമയത്ത് പക്ഷേ ഒടുവിൽ പ്രമോദ് കക്കട്ടിൽ മൈക്ക് എടുത്ത് പറഞ്ഞു ഷാഫി സംസാരിക്കുമെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ ഷാഫി ഒറ്റ വാചകത്തിൽ പ്രസംഗം അവസാനിപ്പിച്ചു. ഇതാണ് അവിടെ നടന്നത്. ആക്ച്വലി നടന്ന സംഭവം അതാണ്. പ്രേക്ഷകർക്ക് ഇനി അത് ശബ്ദത്തോടു കൂടി ഒരിക്കൽ കൂടി ഒന്ന് കാണാം എന്താണ് സംഭവിച്ചത്. ആ സംഭവിച്ച ശബ്ദത്തോടു കൂടി കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ആ പ്രമോദ് കക്കട്ടിലിൻ്റെ ഒരു അവസ്ഥയാണ്. DCC പ്രസിഡന്റാണ്, കൊറോണ ഉണ്ടാവും. എന്നാൽ അയാളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ആലോചിച്ച് ഷാഫി പറമ്പിൽ അയാൾ ആട്ടി ഉണ്ടാവും. പ്രിയപ്പെട്ട VD സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. കേട്ടാ, വിളിച്ചു കഴിഞ്ഞിട്ടാണോ സംസാരിക്കേണ്ടത്? അയാളെ വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കണേ? ഇത് പറഞ്ഞത് ഷാഫി പറമ്പില. കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലൊക്കെ മനസ്സിലാവുണ്ടോ ഷാഫി പറമ്പിന്റെ ഉള്ളിരിപ്പ്? ഏത് ജാഥ ക്യാപ്റ്റൻ വന്നാലും തന്റെ ടെറിട്ടറിയിൽ താൻ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഏതാളും സംസാരിക്കല്. അയാൾ അതിഭീകരനാണ് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണ് കക്കട്ടിലിന് കാര്യം മനസ്സിലായി. ഇനി ഷാഫി പറമ്പിൽ വിളിച്ച് സംസാരിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അയാള് ഷാഫി പറമ്പിലിനെ വിളിക്കാനാണ് വരുന്നത് ഷാഫി പറമ്പിലിന് അറിയാം. അപ്പൊ ഷാഫി പറമ്പിൽ കയറി പിടിച്ചു. ആ കഴുത്തിപ്പോ ഉളുക്കിയിട്ട് ആ മറ്റേ സാധനട്ടുണ്ടാവുന്ന പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. മിക്കവാറും ഇടേണ്ടി വരുന്ന തോന്നണേ. നോക്കി MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. ഒറ്റവാചകത്തിൽ ഷാഫി പറമ്പിൽ MP പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു.
നമ്മുടെ പാവപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിന് തൊട്ട് പിന്നിരിക്കുന്നുണ്ട്. ഈ ബഹളം കണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെട്ടെന്ന് സീറ്റിലേക്ക് വീണു പോകുന്നുണ്ട്. ആ സമയത്ത് ഈ ബഹളത്തിനിടയിൽ, പിടിവലിക്കിടയിൽ, ആരും തള്ളിയിട്ടൊന്നുമല്ല, ആ ബഹളത്തിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രേക്ഷകർക്ക് കാണാം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ പെട്ടെന്ന് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം വരുന്ന അവസാനത്തെ ഭാഗത്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാതെ നേതാക്കളെല്ലാം അല്പം അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ഇതുപോലുള്ള തമാശകൾ നമ്മൾ ഏറെക്കാലമായിട്ട് കാണുന്നില്ല. ഇത് ഭയങ്കര തമാശകൾ, ഇത്തരം തമാശകൾ നമ്മൾ ഏറെക്കാലമായിട്ട് കാണുന്നില്ല. ഇനി ഇത്തരം തമാശകളൊക്കെ കാണാൻ നമ്മുടെ ജനം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും കൂടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഷാഫി പറമ്പിലായിരിക്കും മിക്കവാറും കേരളത്തിലെ അടുത്ത അനിഷേധ്യ നേതാവായിട്ട് വരാനുള്ള സാധ്യത. അതിനുള്ള എല്ലാ ചരടും ഈ ചെങ്ങാതി മുറുക്കി കെട്ടി നടക്കുന്നുണ്ട്. വല്ല കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ബൈ.